മെമ്പറേ അയച്ചുമാത്താ എവിടുന്ന് വരണേ? ഞാൻ പണി കഴിഞ്ഞേരുന്ന് അപ്പൊ അങ്ങാടിന്ന് കുറച്ച് മീനും മേങ്ങി. അനക്കെത്തപ്പെടെ പണി? അത് നമ്മളെ പമ്പ് ഹൗസേ മോട്ടർ എന്നും കേടാണ്. അതൊക്കെ ഒന്ന് ശരിയാക്കണം. അതിനെ കൂടെ എത്തും കുത്തൊക്കെ മാണപ്പേ. ഷെഡാണെങ്കിൽ ആകെ പൊളിഞ്ഞു ചെയ്തത്. എടജ് ഇതൊക്കെ നന്നാക്കുണ്ടല്ലോ. എത്ര കാലമായി ഞാൻ എന്റെ പേരന്റെ കാര്യം പറയൽ തുടങ്ങിയിട്ട്. ഈ വർഷം തീരുമ്പോഴേക്കിന് പറ്റ പൊളിഞ്ഞാടും. ഞാൻ പേടിച്ചാണ്ടാണടാ അന്ത്യം ഉറങ്ങുന്നത്. ഞാൻ അയച്ചുമാത്താ ഞാൻ എന്താ കാട്ടണം? നിങ്ങളെ സ്വന്തം പേരിലും സ്ഥലമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പെര പാസ്സാകുക? ഞാൻ കുറെ ആൾക്കാരോട് പെര ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരോട് ചോദിച്ചു, ഒരു പെര ഉണ്ടാക്കി തരുമോ? ഓലെ ആൾക്കാർ ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കാര്യപ്പെട്ട കുടുംബക്കാരാണ്, ആങ്ങളാർക്കൊക്കെ അത്യാവശ്യം പൈസ ഉണ്ട്, നിങ്ങൾ അതിന് അർഹതപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാണ്ട് ഓല് തിരിച്ചു പോകും. അതാരല്ല മുളക്കുന്നത്, എന്റെ ആങ്ങളെ മൈമുട്ടിയാവും. ഓരോ ചെറുപ്പത്തിൽ തന്നെ എന്നെ കണ്ടുകൂടാ. ഇപ്പൊ 4 ദിവസം മുന്നേ വന്നാണ്ട് എന്തൊക്കെ തിരക്ക് അവിടെ നിന്ന് കൂടി അറിയാന്. ഓനിപ്പോ അടങ്കര മുണുങ്ങണം. അത് ഞാൻ അവിടുന്ന് ഇറങ്ങി കൊടുക്കൂലെന്ന്. ഓൻ ഒറ്റയ്ക്ക് അങ്ങ് മുണുങ്ങാൻ പറ്റൂലല്ലോ. അത് ഇജിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് 3 ആങ്ങളാരൊക്കെ ഉണ്ട്. 3 കൊണ്ട് ഒരു ഉപകാരമില്ല. ഞാനേ ആരാൻ്റോടെ പോയി കീറില് തിരുമ്പിട്ടാണ് മനെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ചോലക്കൊണ്ടേ ഒരു കോണവും ഇല്ല. അതൊക്കെ എനിക്ക് അറിയണാണ് താത്ത. ഈ ആങ്ങളാ ഇങ്ങനെ ദ്രോഹിച്ചാലേ എത്ര മനുഷ്യൻ കാട്ടും. പഠിച്ചു വെച്ചൊരു കുട്ടികളെയും കൂടി തന്നില്ല. അതെങ്ങിണ്ടെന്ന് ചെറുത്താണി. അയച്ചുമോത്താ ഞാൻ ചോദിച്ചിനൊന്നും വിചാരിച്ചരുത്. നിങ്ങളെ മാപ്പിള മരിച്ചതാ? എടാ എന്റെ ഒപ്പമുള്ള കാലത്ത് എന്നെ ഒന്ന് കെട്ടിച്ചിന്ന് ഒരു നിസാര കാര്യത്തിനാണ് മന എന്നെ തീർത്തത്. ഇച്ചിപ്പോ തോന്നുക അവിടെ തന്നെ എങ്ങനെയും കടിച്ചു തൂങ്ങി നിന്നാ മതിയായിരുന്നു. എന്നാ ചീ ഇടങ്ങാറൊന്നുണ്ടേന്നില്ല. പഠിച്ച ചെവൊടിയ ഒരു സുഖം തന്നില്ല. ഏതായാലും നിങ്ങൾക്കേ പഞ്ചായത്തിൽ നിന്ന് പെര കിട്ടുന്ന കാര്യം ഞെരുക്കാണ്. നിങ്ങളെ കൂട്ടസ്വത്തുനിന്ന് ഒരു 3 സെന്റ് നിങ്ങളെ പേരിൽ എഴുതി വാങ്ങിക്കുന്നത്. എന്നാ നമുക്ക് പാർട്ടി വേസിൽ എങ്ങനെയെങ്കിലും ഒരു പെര ഉണ്ടാക്കിച്ച.